ആകാശത്ത് നിന്ന് പാഞ്ഞെത്തുന്ന മാരക ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത ഒരിടമുണ്ട് ഇറാനിൽ. പർവ്വതം പിളർന്നുണ്ടാക്കിയ ഒരു അതിരഹസ്യ കേന്ദ്രം. പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തുന്ന സംഘർഷങ്ങൾ നടക്കുമ്പോൾ അമേരിക്കയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും ഉറക്കം കെടുത്തുന്ന ഒരു ഭൂഗർഭ ആണവ പ്രതിരോധ കോട്ട. അതാണ് പിക്കാക്സ് മൗണ്ടൻ എന്ന ഭൂഗർഭ ആണവ നിലയം. തന്റെ അടുത്ത ലക്ഷ്യത്തിനായി ട്രംപ് ഇറാനിൽ കണ്ണുവെച്ചിരിക്കുന്നത് സഗ്രോസ് പർവ്വതനിരകൾക്കുള്ളിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന നിഗൂഢമായ ഈ ഒരു ഭൂഗർഭ കേന്ദ്രത്തെയാണ്. കുഹെ കൊലാങ് ഗാസ്ല എന്നും അറിയപ്പെടുന്ന പിക്കാക്സ് മൗണ്ടനാണ് ട്രംപിന്റെ പ്രസ്താവനകളിൽ ഇപ്പോൾ കേന്ദ്രബിന്ദു. ഇറാൻ ആണവക്കോട്ടയിൽ എന്താണ് ട്രംപിന്റെ പദ്ധതി? ഇതെങ്ങനെയാണ് ഇറാനെയും പശ്ചിമേഷ്യയെയും ബാധിക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഞാൻ അമ്മു. ഒരു അഭിമുഖത്തിലാണ് ട്രംപ് ഈ രഹസ്യ പർവ്വത കേന്ദ്രത്തെ തങ്ങൾ തകർക്കാൻ പോവുകയാണ് എന്ന് വീരവാദം മുഴക്കിയത്. ദി ഹഗ് ഹെവിറ്റ് ഷോ എന്ന അഭിമുഖത്തിൽ സംസാരിക്കവേ പിക്കാക്സ് മൗണ്ടനെ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണെന്നും വൈകാതെ അവിടെ ആക്രമണം നടത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ വർഷം നടത്തിയ സൈനിക ആക്രമണങ്ങളോടെ ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും തകർത്തുവെന്ന ട്രംപിന്റെ തന്നെ മുൻ അവകാശവാദങ്ങളുടെ വിശ്വാസ്യതയെ കൂടി ചോദ്യം ചെയ്യുന്ന പ്രസ്താവനയായിരുന്നു ഇത്. US ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമിച്ച നദാൻസ് ആണവ നിലയത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ആണവ നിലയമാണ് പിക്കാക്സ് മൗണ്ടൻ എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. രഹസ്യ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമോ അല്ലെങ്കിൽ ആയുധ നിലവാരത്തിനടുത്തുള്ള യുറേനിയം സൂക്ഷിക്കുന്നതിനുള്ള രഹസ്യ കേന്ദ്രമോ ആണ് ഇറാന് ഇതെന്നാണ് ചില സൂചനകൾ പറയുന്നത്. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവമാണെന്ന് കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് വകവെച്ചിരുന്നു. ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിനോ അല്ലെങ്കിൽ അവ സംഭരിക്കാനോ ഈ രഹസ്യ കേന്ദ്രം ഉപയോഗിക്കുന്നുണ്ടാകാമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ കടുത്ത നടപടികൾ കൈക്കൊള്ളുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇത് മേഖലയിൽ വീണ്ടും യുദ്ധപ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ നിലവിൽ പ്രവർത്തനങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും ഇറാന്റെ ആണവ സാഹചര്യം മോശമാണെന്നാണ് ട്രംപ് പറയുന്നത്. കഴിഞ്ഞ വർഷം നടന്ന US ആക്രമണങ്ങളെ ഈ കേന്ദ്രം അതിജീവിച്ചിരുന്നു എന്നതാണ് വാസ്തവം. അതേസമയം ബോംബാക്രമണത്തിൽ നദാൻസ് ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഭൂമിയുടെയും മലകളുടെയും അടിയിൽ അതീവ സുരക്ഷിതമായി പണിതുയർത്തിയിട്ടുള്ള കടുപ്പമേറിയ പാറകൾ നിറഞ്ഞ പിക്കാക്സ് മൗണ്ടൻ ഭൂമിയിൽ നിന്നും ഏതാണ്ട് 260 മുതൽ 330 അടി വരെ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയുടെ ഏറ്റവും ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പരമാവധി 200 അടി താഴ്ചയിലൂടെ മണ്ണും പാറകളും അല്ലെങ്കിൽ 20 അടി കനത്തിലുള്ള കോൺക്രീറ്റ് പാളികളും മാത്രമേ തുളച്ചു കയറാൻ സാധിക്കൂ. അതായത് പിക്കാക്സ് മൗണ്ടനിലെ ഭൂഗർഭ അറകളിലേക്ക് കടന്നു ചെല്ലാൻ അമേരിക്കയുടെ കയ്യിലുള്ള സൈനിക ശക്തിക്ക് കഴിയില്ല എന്ന് ചുരുക്കം. ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ ഫോദോ ആണവ കേന്ദ്രത്തെക്കാൾ ആഴത്തിലാണ് ഈ പുതിയ പ്രതിരോധ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇത് ഇറാന്റെ ഇരുമ്പ് ഗേറ്റായി മാറുന്നതും. 2020 ആരംഭിച്ച ഈ തുരങ്ക നിർമ്മാണം മുൻപ് തകർക്കപ്പെട്ട തങ്ങളുടെ സെൻട്രിഫ്യൂജ് കേന്ദ്രത്തിന് പകരം സുരക്ഷിതമായ പുതിയ ബദൽ സംവിധാനം ഒരുക്കാനാണ് ഇറാൻ ഉപയോഗിച്ചിരുന്നത്. ആഴമേറിയ ഈ തുരങ്കങ്ങൾ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയകളെയും വിലപ്പെട്ട ഇന്ധന ശേഖരങ്ങളെയും വ്യോമാക്രമണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കാനുള്ള തന്ത്രപ്രധാന സുരക്ഷാ കോട്ടയായിരുന്നു. ആണവോർജ ഏജൻസിക്ക് പോലും പരിശോധന നടത്താൻ അനുമതി നൽകാതെ അതീവ രഹസ്യമായാണ് ഇറാൻ ഈ കേന്ദ്രത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ജൂണിലെ ആക്രമണങ്ങൾക്ക് ശേഷം ഇവിടുത്തെ സുരക്ഷാ മതിലുകൾ വികസിപ്പിച്ചതായും തുരങ്ക കവാടങ്ങൾ കൂടുതൽ ശക്തമാക്കിയതായും ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തവുമാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ അമേരിക്ക സഖ്യം നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ തങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക കരുത്തും പ്രതിരോധ ശേഷിയും കൊണ്ട് ഇറാൻ തീർത്ത ഈ പർവ്വതക്കോട്ട തകർക്കുക എന്നത് അസാധ്യമായിരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സമയത്താണ് ട്രംപിന്റെ വാദങ്ങളും വരുന്നത്. എന്തായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു എന്നതിന് തെളിവല്ല എന്നും മറിച്ച് തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങളെ ഭാവിയിൽ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശ്രമമാകാമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുമുണ്ട്. പക്ഷേ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇത്തരം രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റപ്പെടുമോ എന്ന ആശങ്കയും വിദഗ്ധർ ഇതിനൊപ്പം തന്നെ പങ്കുവയ്ക്കുന്നത് ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട്. എന്തായാലും ഈ പർവ്വതത്തിലെ ഓരോ ചലനവും ലോകശക്തികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അമേരിക്ക ഈ കേന്ദ്രത്തിന് നേരെ ഒരു വിരലനക്കിയാൽ അത് പശ്ചിമേഷ്യയെ വിഴുങ്ങുന്ന ഒരു 3ാം ലോക മഹായുദ്ധത്തിന് സമാനമായ സാഹചര്യത്തിലേക്കും നയിച്ചേക്കാം. ഒരു വശത്ത് പർവ്വതത്തിന്റെ സുരക്ഷയിൽ വീമ്പ് പറഞ്ഞു നിൽക്കുന്ന ഇറാനും മറുവശത്ത് ആ കോട്ട തകർക്കാൻ ആയുധങ്ങളുമായി തക്കം പാർത്തിരിക്കുന്ന അമേരിക്കൻ ഇസ്രയേൽ സഖ്യവും.
പശ്ചിമേഷ്യയിലെ ഏറ്റവും ഉദ്യോഗജനകമായ പോരാട്ട ഭൂമിയായി ഈ പർവ്വതമേഖല മാറുമോ എന്ന് ഇനി കാത്തിരുന്ന് കാണാം.